നമസ്കാരം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഫലമറിയാൻ മെയ് 4 വരെ കാത്തിരിക്കണം. അപ്പോഴേക്കും UDFിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള അടിപിടി രൂക്ഷമായി കഴിഞ്ഞിരിക്കുന്നു. വി.ഡി. സതീശനും KC വേണുഗോപാലുമൊക്കെ ഇത്തരത്തിൽ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ പ്രചാരണങ്ങൾ നടത്തുന്നുണ്ട്. എന്തായാലും UDFിന് വോട്ട് ചെയ്തവർക്ക് അത് വളരെയേറെ നിരാശയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരം അപ്പോളോ ഡിമോറോ ഹോട്ടലിൽ വെച്ച് ഒരു ചടങ്ങ് നടന്നു. ആ ചടങ്ങെന്ന് പറഞ്ഞാൽ നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ രമേശ് ചെന്നിത്തലയുടെ നിയോഗം എന്ന അദ്ദേഹത്തിൻ്റെ ആദ്യ നോവൽ പ്രകാശനം ചെയ്യുന്ന ഒരു ചടങ്ങായിരുന്നു. വളരെ നിറഞ്ഞു കവിഞ്ഞ ഒരു ചടങ്ങായിരുന്നു. ഞാനും ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. അന്ന് ടി പത്മനാഭൻ, സാഹിത്യകാരൻ ടി പത്മനാഭൻ, അദ്ദേഹത്തിൻ്റെ ഒരു വളരെ ചുരുങ്ങിയ ഒരു പ്രസംഗമുണ്ടായിരുന്നു. ആ പ്രസംഗം ഒരുപാട് പേരെ അത് ആകർഷിച്ചു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അദ്ദേഹം അത് പറഞ്ഞു ഫലിപ്പിച്ചത് സദസ്സിൽ നിന്ന് വലിയ കയ്യടിക്ക് ഇടയാക്കി. വലിയ രീതിയിലാണ് ആളുകൾ അതിനെ സ്വാഗതം ചെയ്തത്. അതേക്കുറിച്ച് നമ്മുടെ ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്ററും ജനശക്തി വാരികയുടെ ചീഫ് എഡിറ്ററുമായ G. ശക്തിധരൻ ഈ സമൂഹ മാധ്യമത്തിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട്. ആ കുറിപ്പിൽ ഈ ഒരു പത്മനാഭൻ്റെ ഈ ഒരു പ്രസംഗവും അതുപോലെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള കോൺഗ്രസ് നേതാക്കളുടെ അടിപിടിയും ഒക്കെ വിഷയമാകുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ ഇതിനപ്പുറം അധപതിക്കാനുണ്ടോ എന്ന തലക്കെട്ടിലാണ് അദ്ദേഹം ഈ ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: കേരളത്തിലെ നിയമസഭാ പൊതുതെരഞ്ഞെടുപ്പ് ഉത്സവ ഛായയോടെ കൊണ്ടാടപ്പെട്ടപ്പോൾ ഏത് മലയാളിയുടെയും മനസ്സ് അഭൂതപൂർവമായി കുളിർത്തിട്ടുണ്ടാവും. ഏകോദര സഹോദരങ്ങളായി മലയാളികൾ വാഴുന്ന ഒരു കാലം പിറവിയെടുത്തോ എന്ന് ചിന്തിച്ചു പോയിരിക്കും. കേരളം പുതിയ ഒരു ലോകത്തേക്ക് മാറുകയാണോ എന്ന് ആരും അത്ഭുതം കൂറിയിട്ടുണ്ടാകും. പക്ഷേ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ആടയാഭരണങ്ങൾ മാറ്റിക്കഴിഞ്ഞപ്പോൾ അലമ്പ് രാഷ്ട്രീയത്തിൻ്റെ പാതാളത്തിലേക്ക് കേരളത്തിന് മാറാൻ അധിക സമയം വേണ്ടി വന്നില്ല. കേരളത്തിന് ഇതിൽ കൂടുതൽ എന്ത് അധപതിക്കാനുണ്ട്? ആരാണ് കേരളത്തെ ഇത്ര മലീമസമാക്കിയത്? കേരള സാഹിത്യ തറവാട്ടിലെ മഹാമേരുവും കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ചിന്തകനും നിഷ്കളങ്കനായ പ്രവചന ശക്തിയുള്ള കഥാകൃത്തും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശ്രീ ടി പത്മനാഭൻ കഴിഞ്ഞ മാർച്ച് 9 തിരുവനന്തപുരത്ത് അപ്പോളോ ഡിമോറയിൽ നടന്ന ഒരു സാഹിത്യ സദസ്സിൽ വളരെ ഹ്രസ്വമായ ഒരു പ്രഭാഷണം നടത്തിയിരുന്നു. എൻ്റെ ജീവിതത്തിൽ EMS മാത്രമേ ഇത്ര ഹ്രസ്വവും കാര്യമാത്ര പ്രസക്തവുമായ പ്രസംഗം ഇതുപോലുള്ള സദസ്സിൽ നടത്തിയിട്ടുള്ളൂ. അതാണ് മഹത്വമുള്ളവരുടെ അടയാളം. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ കന്നി നോവലായ നിയോഗത്തിൻ്റെ പ്രകാശന ചടങ്ങായിരുന്നു ഇത്. ടി പത്മനാഭൻ്റെ പ്രസക്തമായ ആ വാക്കുകൾ മാത്രം ഇവിടെ ഉദ്ധരിക്കട്ടെ. എല്ലാവിധ സൗഭാഗ്യങ്ങളും, പിന്നീട് അദ്ദേഹം ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്, ഞാൻ എല്ലാവിധ സൗഭാഗ്യങ്ങളും എന്നാണ് പറഞ്ഞത് കേട്ടോ. സദസ്സിൽ നിന്ന് നിലയ്ക്കാത്ത ഹർഷാരവവും ചിരിയും. എന്തായാലും എല്ലാവിധ സൗഭാഗ്യങ്ങളും ഇതിൻ്റെ കർത്താവിന് നേരുന്നു. ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം ചെന്ന കോൺഗ്രസ്സുകാരനാണ് ഞാനെന്ന് എപ്പോഴും അഭിമാനിക്കാറുണ്ട്. അങ്ങനെയുള്ള ആളാണ് പറയുന്നത്. എല്ലാവിധ സൗഭാഗ്യങ്ങളും ആസന്ന ഭാവിയിൽ തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടാകട്ടെ. അപ്പോൾ സദസ്സിൽ നിന്ന് നീണ്ട ഹർഷാരവവും ചിരിയും എന്ന് അദ്ദേഹം ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഇതായിരുന്നു ശ്രീ ടി പത്മനാഭൻ്റെ വാക്കുകൾ. ടി പത്മനാഭൻ്റെ വാക്കുകൾ അവസാനിച്ചിട്ടും അതിൻ്റെ ഗൂഢാർത്ഥമോർത്ത് മരം പെയ്യുകയായിരുന്നു. ടി പത്മനാഭൻ്റെ വാക്കുകളുടെ സാരാംശം ആ ചടങ്ങിൽ പങ്കെടുത്തവർക്കേ മനസ്സിലായിട്ടുണ്ടാവും. അതിൻ്റെ ധ്വനികളും ഊന്നലുകളും ശരീരഭാഷയും. പല വാക്കും നീട്ടിയും കുറുക്കിയും ടി പത്മനാഭൻ തൻ്റെ ഉദ്ദേശം വെളിപ്പെടുത്തി സദസ്സിനെ കയ്യിലെടുത്തപ്പോൾ അതൊരു അനുഭവവും ഹൃദ്യവുമായ അനുഭവമായി. സദസ്സ് അത് നന്നായി ആസ്വദിച്ചിട്ടുമുണ്ട്. ആ ചടങ്ങിലെ അലയൊലി ഹാളിലാകെ നിറഞ്ഞു നിന്നത് അതിൽ ഒളിഞ്ഞിരുന്ന രാഷ്ട്രീയ അർത്ഥതലങ്ങളുടെ സൗരഭ്യം കൊണ്ടാണ്. അങ്ങനെ മനസ്സിൽ കയറി സംവദിക്കാൻ ടി പത്മനാഭനെ പറ്റൂ. അദ്ദേഹത്തിന് 95 വയസ്സ് എത്തിയിരിക്കുകയാണല്ലോ. ഇതിനേക്കാൾ പ്രായം ചെന്നതോ ദക്ഷിണയിൽ പടുത്തമുള്ളതോ ആയ ഒരു യോഗിയുടെ അനുഗ്രഹം രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടണമെങ്കിലും അത് ടി പത്മനാഭനിൽ നിന്നേ ആകാനിടയുള്ളൂ. അത്ര നിറഞ്ഞ മനസ്സോടെയാണ് ഇപ്പോഴും കോൺഗ്രസിൻ്റെ ഭാവിയെക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കുന്നത്. ചെറുപ്പത്തിലെ ദേശീയ പ്രസ്ഥാനത്തിൽ ആകൃഷ്ടനായ ടി പത്മനാഭൻ ഖദർ തൻ്റെ ഇഷ്ടവേഷമായി തിരഞ്ഞെടുത്തത് ആദർശത്തിൻ്റെ പേരിലാണ്. സർഗധനനായ ഈ എഴുത്തുകാരന് വേരും തടിയും തമ്മിൽ ബന്ധമറ്റ മരം നിലനിൽക്കില്ല എന്നറിയാൻ വലിയ പാണ്ഡിത്യമൊന്നും വേണ്ടിയിരുന്നില്ല. സാഹിത്യരംഗത്ത് ടി പത്മനാഭൻ്റെ പ്രഹരശേഷി ചെറുതല്ല. എന്നാൽ ഇന്നത്തെ മാധ്യമലോകം നിർഭാഗ്യകരമെന്ന് പറയട്ടെ, കോൺഗ്രസിലെ ഏതെങ്കിലും ഗ്രൂപ്പിനെ ചേർത്ത് പിടിച്ച് എന്ത് ലാഭം കൊയ്യാനാകും എന്നാണ് ചിന്തിക്കുന്നത്. ഏഷ്യാനെറ്റിൽ മുഖ്യമന്ത്രി പദവി ആർക്ക് നൽകണം എന്നത് സംബന്ധിച്ച് 1 മാസത്തോളമായി നടക്കുന്ന അലമ്പ് ചർച്ച ശ്രദ്ധിച്ചാൽ എന്താണോ വയോവൃദ്ധനായ സാഹിത്യകാരൻ ടി പത്മനാഭൻ പറഞ്ഞത് അതിൻ്റെ എതിർ ധ്രുവത്തിലാണ് ഒട്ടുമുക്കാലും മാധ്യമങ്ങൾ നിൽക്കുന്നത്. അവർ ആരുടെയെങ്കിലും ഫാനാണ്. അതിൻ്റെ പേരിൽ അഭിമാനിക്കുന്നവരുമുണ്ട്. എന്തൊരു അധപതനം! ഏഷ്യാനെറ്റ് അങ്ങനെയുള്ള അടിമകളെ മാത്രമേ ചർച്ചയ്ക്ക് ക്ഷണിക്കൂ. ഈ ചാനൽ ചർച്ച കേട്ടാണോ കോൺഗ്രസ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതെങ്കിൽ കട്ടപ്പുകയായിരിക്കും.
മുഖ്യമന്ത്രി ആരാകണം എന്ന ഓരോ ചർച്ചയും തനിയാവർത്തനമാണ്. സ്റ്റുഡിയോയിൽ നിന്ന് ഒരു കോൾ കിട്ടിയാൽ അതിൻ്റെ നിജസ്ഥിതി നോക്കാതെ എടുത്തു ചാടുകയാണ്. അതിൽ വിവേചനാധികാരം കാണിക്കുന്നത് CPM ചാനൽ മാത്രമാണ്. നട്ടെല്ലോടുകൂടി ഇതിനെ നേരിടാൻ ധൈര്യമുള്ള ഒരു നേതാവ് എന്നാണ് കേരളത്തിൽ പിറക്കുക? മലയാള മാധ്യമങ്ങൾ കേരളത്തെ ഓർത്ത് കുറച്ചുകൂടി ഉത്തരവാദിത്വ ബോധം കാണിക്കേണ്ട സമയമാണിത്. കേരള രാഷ്ട്രീയത്തെ നിഷ്പക്ഷതയുടെ മുഖം മൂടിയണിഞ്ഞ് പച്ചയ്ക്ക് രാഷ്ട്രീയ കച്ചവടം നിർലജ്ജം നടത്തുകയാണ് മാധ്യമങ്ങൾ. കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയുടെ ജാതകം കുറിച്ചു വച്ചിരിക്കുകയാണ് മാധ്യമങ്ങൾ. ഏഷ്യാനെറ്റ് ചാനലിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളിൽ ചർച്ചയ്ക്ക് എത്തുന്നവർക്കെല്ലാം എങ്ങനെയാണ് മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നതിൽ ഒരേ അഭിപ്രായം വരുന്നത്. ഇതാണ് ഒളിഞ്ഞുള്ള മാഫിയ പ്രവർത്തനം. ഒരാളെക്കുറിച്ച് മാത്രം പുകഴ്ത്തിക്കൊണ്ടിരിക്കുക. സൂര്യന് കീഴിലുള്ള മറ്റെല്ലാ കാര്യങ്ങളിലും ഇതേ മാധ്യമപ്രവർത്തകർക്ക് വിയോജിപ്പുകളുണ്ട്. പക്ഷേ മുഖ്യമന്ത്രിയുടെ കാര്യം വരുമ്പോൾ അതല്ല, അത് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ആദ്യവട്ടം അധികാരത്തിൽ കയറുമ്പോൾ തന്നെ മുഖ്യമന്ത്രിയായി കയറണമെന്ന് ഒരു നേതാവിന് തോന്നിയാൽ അത് സാധിച്ചു കൊടുക്കും മാധ്യമങ്ങൾ. അതിന് എല്ലാ കുതന്ത്രങ്ങളും കാണിക്കും. ഇങ്ങനെ എഴുതിയാൽ മാധ്യമരംഗത്ത് ഒറ്റപ്പെട്ടു പോകുമെന്ന് എനിക്കറിയാം. ഇതൊരു കോക്കസാണ്. മാന്യന്മാരായ മാധ്യമപ്രവർത്തകരാണ് ചതിക്കുഴിയിൽ പെട്ടുപോകുന്നത്. അവരുടെ കയ്യിലിരിക്കുന്ന മഹാവിദ്യയുടെ യശസ് മനസ്സിലാക്കാതെയാണ് ഈ ഏഴാം കൂലികളുടെ വക്കാലത്തുമായി ഇറങ്ങുന്നത്. ഇങ്ങനെ പറഞ്ഞിട്ടാണ് ജി ശക്തിധരൻ തൻ്റെ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്. മലയാളത്തിലെ ചാനൽ ചർച്ചകളിൽ VD സതീശനെ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ള തരത്തിലുള്ള ചർച്ചകളാണ് നടത്തുന്നത്. അത് കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണത്തോടെയാണ് എന്ന് മനസ്സിലാക്കാൻ അരിയാഹാരം കഴിച്ചാൽ മാത്രം മതി. അവിടെ രമേശ് ചെന്നിത്തലയുടെ പേര് പോലും അവിടെ ഉച്ചരിക്കുന്നില്ല. രമേശ് ചെന്നിത്തല മന്ത്രിയായി പരിചയമുള്ളയാളാണ്. സതീശനേക്കാൾ ഒരുപാട് സീനിയറായിട്ടുള്ള ഒരു നേതാവാണ്. പക്ഷേ സതീശൻ ഒരു MLA ആയിരുന്ന ആളാണ്. അദ്ദേഹത്തിന് ഒരിക്കലും ഒരു മുഖ്യമന്ത്രി ആയിരിക്കാനുള്ള ഒരു യോഗ്യതയില്ല, ഒരിക്കലുമില്ല. അത് അദ്ദേഹം തന്നെ തെളിയിച്ചതാണ്. പ്രതിപക്ഷ നേതാവായിരുന്ന ഈ വർഷങ്ങളിൽ അദ്ദേഹം തെളിയിച്ചതാണ്. എന്നെക്കൊണ്ട് ഈ പണിക്ക് കൊള്ളില്ല എന്നുള്ള കാര്യം സതീശൻ തെളിയിച്ചതാണ്. അവിടെയാണ് സതീശൻ്റെ പേര് മാത്രം ഇത്തരത്തിൽ ചർച്ചയാകുന്നത്. അതൊരിക്കലും യാദൃച്ഛികമായാണ് എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. ഇതിനു മുമ്പ് ഒരു സർവേ നടത്തിയപ്പോൾ പോലും അവിടെ സതീശൻ്റെ പേര് മാത്രമേ ഈ മാധ്യമങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. സമൂഹ മാധ്യമങ്ങളിലൊക്കെ സതീശൻ്റെ ഹാൻഡിലുകൾ വളരെ ശക്തമായി തന്നെ അദ്ദേഹത്തിന് വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൻ്റെ ഈ പോക്ക് അധോഗതിയിലേക്കായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതിനിടയിലാണ് KC വേണുഗോപാലിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് K സുധാകരനും MK രാഘവനും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ രംഗത്തെത്തുന്നത്. ഇതും വലിയ ദോഷത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകും. അവിടെ പാർട്ടിക്ക് അത് അപജയമുണ്ടാക്കും. പാർട്ടി MLA-മാർക്ക് തന്നെ, പാർട്ടിയുടെ അണികൾക്ക് തന്നെ ഇത് വലിയ രീതിയിലുള്ള അമർഷമുണ്ടാക്കും. അതുകൊണ്ട് മെയ് 4 കഴിയുന്നതോടുകൂടി കേരളത്തിൻ്റെ പോക്ക് എരുതിയിൽ നിന്ന് വറചട്ടിയിലേക്കാണോ എന്നാണ് കണ്ടറിയേണ്ടത്.